അപ്പം 23 വർഷങ്ങൾക്ക് ശേഷം നിഖിൽ മഹേശ്വരൻ വീണ്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ അത് കാണണമെന്നുള്ളത്. പക്ഷേ തിയേറ്ററിൽ തന്നെ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ ഡോൾബി അറ്റ്മോസിൽ അത് എല്ലാ ക്വാളിറ്റിയിലും അത് നിങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തും. പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏതായാലും 23 കൊല്ലങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് പലതവണ സോഷ്യൽ മീഡിയ ചർച്ച വന്നതിന് ശേഷമാണ് എന്തോ ആർക്കോ ആരോടോ എന്തോ പറയാനുള്ളത് പോലെ തന്നെ എല്ലാ ഫിലിമായാലും സൗണ്ട് ട്രാക്കുകളായാലും സൂക്ഷിച്ചു വെച്ച് എന്തോ വിധിയുടെ ഒരു ഇതുപോലെ ആവാം. അങ്ങനെ ഫീൽ ചെയ്തോ? തീർച്ചയായിട്ടും ഒരു നിയോഗം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന റീവാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ നമുക്ക് പ്രോപ്പർ പ്രിൻ്റ് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻ്റ് ദേവദൂതൻ്റെ എവിടെയോ ഒരു സൂക്ഷിച്ചു വെക്കപ്പെട്ടു എന്നുള്ളത് ഒരു നിയോഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര സൗണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അത് ഇന്നത്തെ കാലത്ത്, കാരണം അന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് തിയേറ്റേഴ്സ് DTS ആയിട്ട് അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10% ആളുകൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയിലും ആ സിനിമ കണ്ടിരിക്കും. ഇന്നിപ്പോൾ അത് നമുക്ക് ഒരുപാട് എല്ലാ തിയേറ്റേഴ്സും വളരെ അഡ്വാൻസ്ഡ് ആണ്. ആ ഒരു അവസരത്തിൽ ഈ സിനിമ വരുന്നത് വളരെ സന്തോഷം. ഈ പുറകിലേക്ക് മാറ്റിയതിന് ശേഷം കണ്ടായിരുന്നു ഞാൻ കുറച്ച് ക്ലിപ്പുകൾ കണ്ടിരുന്നു. ഞാൻ ഫിലിം ഞാൻ കണ്ടില്ല. അതെനിക്ക് തിയേറ്ററിൽ എല്ലാവരും കൂടി കാണുന്നുണ്ടായി. എത്രത്തോളം ടെക്നിക്കലി കഷ്ടപ്പെട്ടിട്ടുണ്ടത് ഇത്രയും ക്വാളിറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്? അത് കാരണം നമുക്ക് 2-3 കാര്യങ്ങൾ അതിനകത്ത് ആവശ്യമുണ്ട്. അതിനകത്തൊരു പ്രോപ്പർ നമുക്കൊരു പ്രിൻ്റ് നെഗറ്റീവ് വേണം. അത് ഈ പറയുന്ന DFO-മെട്രിക് റിവീൽ ചെയ്തിട്ട് അതിന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു 4K-യിലേക്ക് എത്തിക്കാൻ അതൊരു കുറച്ച് ടൈം എടുത്തൊരു പ്രോസസ്സാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്രയും ട്രാക്കുകൾ സൗണ്ട് പ്രോപ്പറായിട്ട് ഉണ്ടാവണം. എല്ലാ ഇൻസ്ട്രുമെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് ട്രാക്കുകളായിട്ട് കിട്ടിയാൽ മാത്രമേ അത് അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അന്ന് DTS മിക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാക്കുകൾ അവൈലബിൾ ആയിരുന്നു. ഇതിന് അറ്റ്മോസ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളത് താരതമ്യേന എളുപ്പമായിരുന്നു. കാരണം ഈ ട്രാക്കുകളൊക്കെ കൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ സപ്ലൈയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു ഇതിൽ എന്താണ് ഇനി ചെയ്യാനുള്ളതെന്നാണ്. കാരണം അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് ട്രാക്കായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ്. അതിന് കറക്റ്റായിട്ടൊരു ടീം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. നിയോനെ പറ്റി നിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് പല കാര്യങ്ങളും. പിന്നെ എനിക്ക് അറിയുന്ന ആളുകളാണ് നമ്മുടെ പിറകിലുണ്ട്. എല്ലാവരും എനിക്ക് അറിയുന്ന ആളുകളാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കാരണം സിനിമ എപ്പോഴും നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വഴികാട്ടി ഉണ്ടാകുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് നിയമം വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.